ഉമ്മബെങ്ങന്മാരെ, പരിഷ്കാര ലോകത്ത് ബോഡി ഷേപ്പ് ലോകം മുഴുവനും ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതിനും അപ്പുറം ലോകത്തേക്കായ കാലമാണ്. പർദ്ദ ധരിക്കുന്നതും ഫാഷനായ കാലമാണ്. വേണ്ടടത്ത് പർദ്ദയിട്ട് വേണ്ടാത്തടത്ത് പർദ്ദ ഒളിച്ച് ഊരിക്കളഞ്ഞ് അതുപോലെ പർദ്ദ ഒരു കവചമായി ഉപയോഗിക്കുന്ന ഒരു കാലം. എന്തെല്ലാം ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സ്വർഗത്തിലെ റാണിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇറങ്ങി. പ്രിയപ്പെട്ട ഉപ്പയായ മുത്തുനബി തങ്ങളുടെ വീട്ടുവാതിൽക്കൽ വന്ന് മുട്ടി. സാധാരണയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ മോടെ വന്നെന്നറിഞ്ഞാൽ എഴുന്നേറ്റ് വരും. അതാ അടച്ചു കൂട്ടിക്കൊണ്ടുപോകും, അടുത്തിരുത്തി മുത്തം കൊടുക്കും, കുശലാന്വേഷണം നടത്തും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും കാണുന്നില്ല. മെല്ലെ വാതിൽ തുറന്നു കൊടുത്തിട്ട് വന്നിരുന്നു. യാതൊരു ഇടപഴകലും കാണുന്നില്ല. ചോദിച്ചു, ഉപ്പാ എന്തേ അവിടുത്തെ ശരീരത്തിനൊരു ഭാവമാറ്റം, എന്തേ അവിടുത്തെ മുഖത്തൊരു മ്ലാനത, എന്തേ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നു? ഉടനെ ഹബീബായ തങ്ങൾ നീണ്ട നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, മോളെ, ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തെ കുറിച്ച് വന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്ത ഭീകരത തന്നെ. നരകം വല്ലാത്ത ഭീകരമാണ്. അതിനെക്കുറിച്ച് കേട്ടിട്ട് താങ്ങാൻ കഴിയുന്നില്ല മോളെ. നദീറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നരകം പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല രസ, അകത്ത് കയറുമ്പോൾ വല്ലാത്ത വേദന. സ്വർഗം പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അകത്തേക്ക് കയറിയ അൽ ജന്നത്തു വ നഈം. അപ്പൊ നമ്മളൊക്കെ പുറം നോക്കിയിട്ടങ്ങ് കയറുക നരകത്ത്. അകത്ത് കയറുമ്പോഴേ അറിയൂ, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് അല്ലാഹു തആല നരകത്തെ പടച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പോയി നോക്കി എങ്ങനെയുണ്ട് നരകം. ഇന്നാലില്ലാ, പടച്ചോനെ, ഈ നരകം ആരും ഇതിൽ കിടക്കാൻ ആഗ്രഹിക്കൂല റബ്ബേ. സ്വർഗത്തെ പടച്ചു, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് റബ്ബേ, ഇതേക്കുറിച്ച് അറിഞ്ഞാൽ ആരും ഇതിൽ കടക്കാൻ ആഗ്രഹിക്കാതിരിക്കില്ല. സ്വർഗത്തെ അല്ലാഹു തആല പിന്നെ കവറിട്ട് കൊടുത്തു. സ്വർഗത്തിന് അഭംഗിയുള്ളൊരു കുപ്പായം. സ്വർഗത്തിൽ അഭംഗിയുള്ള കുപ്പായം എന്താ? വെളുപ്പാങ്കാലത്ത് തണുപ്പത്ത് എഴുന്നേറ്റ് കൊടുക്കണം, ചൂടുകാലത്താണെങ്കിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കണം, കീശയിലുള്ള കാശ് കണ്ട് സക്കാത്ത് കൊടുക്കണം. ഒന്ന് വലിയ പൂതിയുള്ള കാര്യമല്ലല്ലോ. ഇതെല്ലാം കൊണ്ടങ്ങ് കവർ ചെയ്യും. ഇപ്പൊ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു സ്വർഗം. അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. നരകത്തെ അല്ലാഹു തആല കവർ ചെയ്തു. ഹഫഹാ ബിശ്ശഹവാതി, നല്ല അലങ്കാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്താ? ഇഷ്ടമുള്ള ആളെ കൂടപ്പോ, ഇഷ്ടമുള്ളിടത്ത് നിൽക്കാം, ഇഷ്ടമുള്ളിടത്ത് കുളിക്കാം, ഇഷ്ടമുള്ളിടത്ത് നടക്കാം, കല്യാണം നിശ്ചയിച്ചപ്പോൾ ഓടിച്ചോടാം, അങ്ങനെ എല്ലാ രസമുള്ള കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു, എങ്ങനെയുണ്ട് അല്ലാഹുവേ, ഈ നരകത്തിന്റെ കുപ്പായം കണ്ട എല്ലാവരും ചാടി ഇത് കയറുറമ്പേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. അപ്പൊ സ്വർഗം പുറത്തുനിന്ന് നോക്കുമ്പോ കുറച്ച് പ്രയാസമാണ്. കയറിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലുണ്ടോ തീരുന്നു. അല്ലാഹു തആല ഖുർആനിൽ എത്ര സ്ഥലത്ത് സ്വർഗത്തെ എണ്ണി പറഞ്ഞു. നമുക്ക് ഓതാൻ നേരമില്ല. ഇന്ന് അൽക്കഹഫ് ഓതാൻ നേരം കിട്ടാത്തവരൊക്കെ നേരമില്ലാത്തോണ്ട് ഓതാത്ത ഈ മജ്ലിസിൽ കുറച്ചാളെങ്കിലും ഉണ്ടാവും ഇന്ന് അൽക്കഹഫ് ഓതാത്തവര്. എന്തേ പോതാഞ്ഞത്? സമയം കിട്ടാൻ അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഓതാൻ നേരം.